ഓക്കെ, ഇപ്പൊ നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട് എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ്. നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ഒക്കെ പഠിച്ചതുപോലെ തന്നെ നമ്മുടെ സൈക്കോളജിയുടെ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് മെയിൻലി ഫോക്കസ് ചെയ്യുന്നൊരു ചാപ്റ്റർ ആണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് മെയിൻലി നമ്മൾ കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മെറ്റീരിയലിൽ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് അതായത് സൈക്കോളജി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതെന്നുള്ളത്, അഥവാ സൈക്കോളജിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. മുമ്പ് നമ്മൾ പരിചയപ്പെട്ടപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള വിഷയം ഡെവലപ്മെന്റൽ സൈക്കോളജി അഥവാ ഡെവലപ്മെന്റിനെ കുറിച്ച് സൈക്കോളജിയിൽ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ഇത് സൈക്കോളജിയുടെ ഡെവലപ്മെന്റിനെ കുറിച്ചാണ്. ഇതിൽ മെയിൻ ആയിട്ട് ഓരോ സൈക്കോളജിസ്റ്റുകൾ ആരൊക്കെയാണ് ആൻഡ് അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ മെയിൻ ആയിട്ട് നമ്മൾ സൈക്കോളജിയിലുള്ള പ്രോമിനന്റ് ആയിട്ടുള്ള ആളുകളെ പറ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ അവർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള തിയറിയും കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ബട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് സൈക്കോളജിസ്റ്റ്, ആരൊക്കെയാണ് സൈക്കോളജിസ്റ്റ്, അതിൻ്റെ ഒരു ഇയർ, ഏജ്, ആ ഒരു പിന്നെ അവര് ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നത്, അപ്പൊ അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താ പറയാ, കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് നമുക്കൊരു ഫസ്റ്റ് ചാപ്റ്റർ മാത്രം എടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് ഒക്കെ ആയി. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഫീഡ്ബാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയോ? ക്ലാസ് ഒക്കെ മനസ്സിലാവുന്നില്ല. നമ്മുടെ എക്സാം ഏകദേശം അടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഹലോ, ആരെയിലൊക്കെ ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ക്ലാസ് നല്ല ക്ലാസ്സാണ്, സൂപ്പർ ക്ലാസ്സസ് ആണ്. നമുക്ക് ആവശ്യമുള്ളത് മാത്രം തന്നിട്ട് ഇപ്പോൾ എന്തായാലും ഇഗ്നോർ പഠിക്കാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണവരോ അല്ലെങ്കിൽ പാരൻസോ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ക്ലാസ്സാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വർഷം 10,000 രൂപ കൊടുത്തിട്ടാണ് ക്ലാസ്സിന് ചേർന്നത്. അത് ഏകദേശം ഒരു 11 മണിക്ക് ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ 5 മണി വരെ ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കൊന്നും അങ്ങനെ ഇരുന്ന് ക്ലാസ് കേൾക്കാൻ കഴിയൂല. ഇപ്പൊ ഇത് ക്യാപ്സ്യൂൾ രൂപത്തിൽ തരണോണ്ട് ഞങ്ങൾക്ക് സുഖമാണ്. ആ എക്സാം ബേസിൽ പഠിച്ചു പോയാൽ മതി. പിന്നെ കൂടുതലായിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് സെർച്ച് ചെയ്തിട്ടായാലും ഇനിയിപ്പോൾ സാറിനോട് തന്നെ സംശയം ചോദിച്ചിട്ടായാലും ഒക്കെ പഠിക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു അഫോർഡബിൾ പ്രൈസിൽ എനിക്ക് നല്ലൊരു ക്ലാസ്സാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ 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 അപ്പൊ നല്ലൊരു ഫീഡ്ബാക്ക് ആണ് നമുക്ക്. അപ്പൊ നമുക്ക് കുറച്ച് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു നഫ്ല നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ജോയിൻ ചെയ്യാത്തത്. ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പറാണ്. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജിയുടെ ഇഗ്നോയുടെ ഒരു പേപ്പർ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചിട്ടുള്ളത് അതുപോലെ പഠിക്കേണ്ട ഒരു പേപ്പറാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, സൈക്കോളജിയിലേക്ക് പോകാം എന്നാണ് പറയുന്നത്. നമുക്ക് യൂണിറ്റിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചെറിയ രീതിയിൽ ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഏത് ഇയറിലാണ് സൈക്കോളജി, അല്ലെങ്കിൽ ഏത് സെഞ്ചുറിയിലാണ് സൈക്കോളജി കുറച്ചും കൂടെ എന്താ പറയാ ഒരു ആളുകൾ നല്ല രീതിയിൽ പരിഗണിക്കാൻ തുടങ്ങിയത്? നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പറയോ? 19th സെഞ്ചുറിയിലാണ്. ഓക്കെ, ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നിങ്ങൾ ഒരു ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വില്യം ഹാമിൽട്ടൺ മോർഗൻ ആണ് തോന്നുന്നു എഴുതിയത്. ആ പുസ്തകത്തില് നഷ്ടപ്പെട്ട ചരിത്രം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലുള്ള ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 1500 years ബിഫോർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. അഥവാ ആ കഥ ഇത്രയായിരുന്നു: ഒരു ഫിസിഷ്യൻ അഥവാ ഒരു ഡോക്ടറുടെ അടുത്ത് ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്, രോഗവുമായിട്ട് വരുന്നു. എനിക്ക് തോന്നുന്നു വയറിനെ സംബന്ധിച്ചിട്ടുള്ള എന്തോ രോഗമാണ്. അങ്ങനെ ആ സമയത്ത് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അയാൾ എത്ര ട്രീറ്റ് ചെയ്തിട്ടും അയാളുടെ ആ ഒരു രോഗം മാറ്റാൻ പറ്റുന്നില്ല. ഇത് 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്, റിയൽ സാധനം കേട്ടോ. സോ അങ്ങനെയാണ് പിന്നീട് എന്ത് ചെയ്യും, ഇയാൾക്ക് ഇങ്ങനെ തോന്നും,
മെന്റലി എന്തോ ഒരു പ്രശ്നമാണ്. കാരണം ാണ് ഈ രോഗവുമായിട്ട് വന്നിട്ടുള്ള ആൾക്ക് എന്താണ് കുറച്ച് ടൗണിൽ കുറച്ച് അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഒരു സ്ത്രീയുമായിട്ട് എന്താണ് അയാള് സ്നേഹത്തിലാണ്, പ്രണയത്തിലാണ്. സോ അപ്പൊ അതിന്റെ ഒരു എന്താണ്, അതുകൊണ്ടാണ് മെന്റലി സ്ട്രെസ് ഉണ്ടാവുകയും അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ ഒരു രോഗം, ഒരു എന്താ പറയാ, ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു രോഗം പിടിപെട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ലോസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നുണ്ട്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സയന്റിഫിക് ആയിട്ട് സൈക്കോളജിയെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, വില്യം വൂണ്ട് 1879 ഒരു ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ്. ബട്ട് അതിനൊക്കെ എന്താണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജി ഉണ്ട്. അപ്പൊ മെയിൻലി സൈക്കോളജി ഉള്ളത് എന്താണ്, ഫിലോസഫിയിലാണ്. ഓക്കെ, ഫിലോസഫി ആയിരുന്നു സൈക്കോളജിയെ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ വില്യം വൂണ്ടിന്റെ ലെപ്സിക്കിലുള്ള ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്തതിന് മുതൽക്കാണ് നമ്മൾ സയന്റിഫിക് സ്റ്റഡി ആയിട്ട് സൈക്കോളജിയെ കാണുന്നത്. അതിനു മുമ്പ് എന്താണ്, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൈക്കോളജി ഉണ്ട്. നമ്മളിപ്പോ ഒരു ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, പല സൈക്കോളജിക്കൽ സാധനം, ഇപ്പൊ നമ്മൾ പറയുന്ന യോഗ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, എനിക്കൊന്ന് ഉപനിഷത്ത്, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കൾച്ചറൽ കോണ്ടക്സ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജിയെ കുറിച്ച് വരുന്നുണ്ട്. ബട്ട് നമ്മൾ എന്താണ്, മോഡേൺ സൈക്കോളജി എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു 2-3 നൂറ്റാണ്ടുകൾക്ക് ഇടയിലുള്ളത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക സൈക്കോളജി. കാരണം മനുഷ്യർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യന് പ്രശ്നങ്ങളുണ്ട്. അപ്പോ ആ ഒരു സാധനം, പക്ഷെ അത് ഫിലോസഫി ആയിരുന്നു ഡീൽ ചെയ്ത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് സാധനങ്ങൾ, പണ്ട് കാലത്തൊക്കെ ഒരുപാട് അന്ധവിശ്വാസങ്ങളായിരുന്നു സൈക്കോളജിയെ കുറിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മൾ എക്സോസിസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനം, അഥവാ ബാധ കയറ എന്നൊക്കെ പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോ പിന്നെ അതുപോലെ തന്നെ ട്രെഫിനേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നിങ്ങൾ ഈ പറയുന്നതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതി വെക്കട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, ബട്ട് ഞാൻ എന്താണ് കുറച്ച് കോൺടെക്സ്റ്റുവൽ ആയിട്ട് പറയാണ്, നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ട സാധനങ്ങളാണ്. സോ ട്രെഫിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് എന്താണ്, ഇങ്ങനെ മെന്റലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, അഥവാ ഭ്രാന്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തലയോട്ടി എന്താണ് പൊട്ടിച്ചിട്ട് ആ ബാധ പുറത്തു പോക്കുക എന്നൊരു രീതിയിലേക്കായിരുന്നു പണ്ടുള്ള ആളുകൾ ഈ മെന്റൽ ഡിസോർഡറുകളെ കൺസിഡർ ചെയ്തിരുന്നത്. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ആളുകൾക്ക് ഒരു സ്റ്റിഗ്മ ഉണ്ട്. ഞാനൊരു സൈക്കോളജിസ്റ്റിനെ പോയി കണ്ടു അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടു എന്ന് പറയാനുള്ള ഒരു പേടി. അതിനുള്ളൊരു കാരണം, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈവൻ എന്താണ് അയാൾക്ക് മാരേജ് പോലും റെഡി ആവില്ല. കാരണം എന്തോ ഭ്രാന്തനാണെന്നുള്ള ഒരു സ്റ്റിഗ്മ. കാരണം എന്താണ്, പണ്ട് കാലത്ത് ഇങ്ങനെ എന്തെങ്കിലും മെന്റൽ പ്രശ്നമുള്ളവരെ നമ്മൾ മലയാളത്തിൽ എന്താണ് മാനസികം എന്ന് പറയും, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എന്താണ്, എന്തെങ്കിലും മെന്റൽ ഡിസോർഡർ ഉള്ള ഒരാളെ നമ്മൾ ചെയ്യാറുള്ളത് ചങ്ങലക്ക് ഇടുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു റൂമിൽ ഒറ്റയ്ക്ക് എന്താണ് അടച്ചു പൂട്ടി, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളെ മാത്രം ചങ്ങലക്കിടുക. അപ്പൊ ഇങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഒരുപാട് എന്താണ് നല്ല സൈക്കോളജിസ്റ്റുമാര് ഇവരെ ഇങ്ങനെയല്ല, ഇവരെ തുറന്നു വിടുകയും അങ്ങനെ ഒരുപാട് എന്താണ് നമ്മള് ഡിസോർഡറിന്റെ ഒരു ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തെന്നുള്ളൂ, നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെക്കാം. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സൈക്കോളജി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജി ഉണ്ട്. പക്ഷെ നമ്മൾ എന്താണ് ഫിലോസഫിക്കൽ സാധനം എന്ന് പറയുമ്പോൾ മെയിൻലി നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു പോയിന്റ് ആണ്, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എംപിരിസം റാഷണലിസം, അഥവാ എന്താണ് കണ്ടത് മാത്രമേ ശരിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നതാണ് യഥാർത്ഥ നോളജ് എന്ന് പറയുന്നതും, പിന്നെ റാഷണൽ ആയിട്ടുള്ള വ്യൂ. അപ്പോൾ മെയിൻലി ഫസ്റ്റ് ഓഫ് ഓൾ പണ്ടൊക്കെ റാഷണൽ സാധനങ്ങളായിരുന്നുണ്ട്, പിന്നീടാണ് എന്ത് ചെയ്യുന്നത് ഒരു എംപിരിക്കൽ സാധനങ്ങൾ വരുന്നത്. സോ അതിനുശേഷമുള്ള സാധനത്തെയാണ് നമ്മൾ എംപിരിക്കലി നമ്മൾക്ക് പ്രൂവ് ചെയ്ത സാധനങ്ങൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഒരു സയന്റിഫിക്കലി എന്താണ് സൈക്കോളജിയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇപ്പോഴും സൈക്കോളജിയിൽ എന്താണ്, ഇപ്പോൾ റിലീജിയസ് സൈക്കോളജി ആയാലും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജി അംഗീകരിക്കുന്നില്ല. അതിനുള്ളൊരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ നമുക്കറിയുന്ന ഈ മെന്റലിസം അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ഡാർക്ക് സാധനങ്ങളൊക്കെ എന്താണ് അംഗീകരിക്കുന്നില്ല. കാരണം അതെന്താണ്, നമ്മൾ സയന്റിഫിക്കലി പ്രൂവ് ആണോ അല്ലേ എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉള്ളത് കൊണ്ടാണ്. സോ ഇങ്ങനെയൊക്കെയാണ് സൈക്കോളജിയുടെ ഒരു ഇത്. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് എന്താണ് കാലഘട്ടം പറയാം. ഇപ്പൊ ആൻഷ്യൻ സൈക്കോളജി അല്ലെങ്കിൽ ആൻഷ്യൻ പീരിയഡ്, പിന്നെ അതുപോലെ തന്നെ മിഡിൽ ഏജ് ആൻഡ് മോഡേൺ പീരിയഡ് എന്നൊക്കെ പറയാം. പിന്നെ എന്താണ് നിങ്ങൾക്ക് അതുപോലെ കാറ്റഗറി ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രീക്ക് ഫിലോസഫേഴ്സ്, അങ്ങനെ എന്താണ് നിങ്ങൾക്ക് മുസ്ലിം ഫിലോസഫേഴ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറി ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എന്താണ് 17th സെഞ്ചുറി മുതൽക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ എന്ത് പറയുന്നത്, നമ്മൾ കുറച്ചും കൂടെ ഒരു മോഡേൺ സൈക്കോളജിയെ പറ്റി പറയുന്നത്. പിന്നെ അതിനു മുമ്പും എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജി ഉണ്ട്. അപ്പോൾ ഇതൊന്നും ഈ ഒരു ബുക്കിൽ പറയേണ്ടതല്ല. ഐ മീൻ ഞാൻ നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാവാൻ വേണ്ടി, ഹിസ്റ്ററിയുടെ ഒരു കോണ്ടെക്സ്റ്റ് മനസ്സിലാവാൻ വേണ്ടി കുറച്ചും കൂടെ എന്താണ്
ഡീപ്പായിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്താണ് ഒരു ഗ്രീക്ക് ഫിലോസഫേഴ്സിൽ നിന്നൊക്കെ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇതൊക്കെ എഴുതി വെക്കാട്ടോ വേണ്ടത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം എഴുതി വെക്കാൻ വേണ്ടി ശ്രമിക്കാം. ഗ്രീക്ക് ഫിലോസഫേഴ്സിൽ നമ്മൾ പോകുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് പേര് മാത്രം പറയാം. പിന്നെ പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു ബുക്കിൽ മെയിൻ ആയിട്ടുള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകളെ പറ്റിയാണ് നമ്മൾ മെയിൻലി പഠിക്കുക. കോൺട്രിബ്യൂട്ട് ചെയ്തത് എന്താണോ എന്ന് നമ്മൾ ഒറ്റ വേർഡ് അല്ലെങ്കിൽ ഒറ്റ പാരഗ്രാഫിൽ നമ്മൾ പഠിക്കുള്ളൂ. സോ അത് പിന്നീട് എന്ത് ചെയ്യും, നമ്മൾ ബാക്കിയുള്ള പുസ്തകങ്ങൾ, ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി ആവട്ടെ അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോളജി, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ എന്താണ് നമ്മൾ പഠിക്കും. ഇവിടെ എന്താണ് മെയിൻ ആയിട്ട് ആ ഒരു ഇയർ ഗ്യാപ്പും അതുപോലെ തന്നെ ആ ഒരു ഏജും പിന്നെ അതുപോലെ തന്നെ ഏത് കോണ്ടക്സിൽ നിന്നാണ് അവർ വരുന്നത് എന്നൊക്കെയുള്ള ആ ഒരു എന്താണ് സാധനമായിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാൻ വേണ്ടി പോകുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഹിപ്പോക്രാറ്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സോക്രട്ടീസ് വരുന്നുണ്ട്, പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ആൽക്കമിയോൺ, ഇങ്ങനെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇവരൊക്കെ ഗ്രീക്ക് ഫിലോസഫേഴ്സ് ആണ്. നിങ്ങൾ എഴുതി വെക്കുക. റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദിക്കാം. സോ എന്താണ്, ഹിപ്പോക്രാറ്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ സോക്രട്ടീസ്, പിന്നെ പ്ലാറ്റോ, അരിസ്റ്റോട്ടിൽ, ആൽക്കമിയോൺ, ഇവരൊക്കെ നിങ്ങൾ എന്താണ് മുമ്പ് കേട്ടിട്ടുണ്ടോ ഈ നെയിംസ് ഒക്കെ? അരിസ്റ്റോട്ടിൽ കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞേ? അരിസ്റ്റോട്ടിൽ, പിന്നെ ആൽക്കമിയോൺ എന്ന് പറയും. ഓക്കെ, ആൽക്കമിയോൺ എന്ന് പറഞ്ഞാൽ ആൽക്കമിയോൺ അയാൾ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഗ്രീക്ക് മെഡിസിൻ എന്നാണ്. ഓക്കെ, ഇത് നിങ്ങൾ ജസ്റ്റ് എന്താണ് ആ ഒരു ഹിസ്റ്ററി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഓക്കെ, സോ പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, മുസ്ലിം ഫിലോസഫേഴ്സ് വരുന്നത്. ഇവരൊക്കെ എന്താണ്, നമ്മളൊരു സൈക്കോളജിസ്റ്റ് ആയിട്ടല്ല കേട്ടോ ഇവരൊന്നും നമ്മൾ പരിഗണിക്കുന്നത്. ഇവരൊക്കെ നമ്മൾ മെയിൻലി പരിഗണിക്കുന്നത് ഫിലോസഫേഴ്സ് ആയിട്ടാണ് ഇവരെ പരിഗണിക്കുന്നത്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു, ഒരുപാട് സൈക്കോളജിക്കൽ സാധനങ്ങൾ ഇവർ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി വെക്കേണ്ട സാധനം, സൈക്കോളജി ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഫിലോസഫിയിൽ നിന്നും ഫിസിയോളജിയിൽ നിന്നുമാണ്. ഓക്കെ, അപ്പൊ ഇവരൊന്നും എന്തല്ല, ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ് എന്ന് പറഞ്ഞ് ഇവരെ ഡിസ്പ്ലേ ചെയ്തിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞവരല്ല. ബട്ട് ഇവർ ഫിലോസഫിക്കലി ഒരുപാട് എന്താണ് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ഈ റൂഹ് അല്ലെങ്കിൽ എന്താ പറയാ സോള്, ആത്മാവ്, ഈ ഒരു സാധനം അല്ലെങ്കിൽ മൈൻഡ്, മനസ്സെന്നൊക്കെ പറയുന്നത്, നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്ത എന്നൊക്കെ പറയുന്നത് എന്താണ്, അതൊരു ഫിലോസഫിക്കൽ സാധനമാണ്. ഒരിക്കലും നമുക്ക് എന്താണ് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഇപ്പോഴും മോഡേൺ സയൻസിന് എന്താണ് ഈ ആത്മാവ് എന്താണെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെയാണ് പറ്റിയിരുന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഒരാൾ ഡെഡ് ആയി കഴിഞ്ഞാൽ അയാൾ എന്താണ് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ സയൻസിന് കഴിയണമായിരുന്നു. സോ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തരാം കേട്ടോ, വളരെ ബ്രോഡായിട്ട് ഞാൻ പറയുന്നില്ല. അതിന് ശേഷമാണ് നമ്മളെ മുസ്ലിം ഫിലോസഫേഴ്സ് ഉണ്ടാവുന്നത്. മുസ്ലിം ഫിലോസഫേഴ്സിൽ മെയിൻ ആയിട്ട് അവിസെന്ന, പിന്നെ അതുപോലെ തന്നെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, അങ്ങനെ എന്താണ് കുറച്ച് ആളുകൾ മുസ്ലിം ഫിലോസഫീസിൽ നിന്നുണ്ടാവുന്നുണ്ട്. പിന്നെ കുറച്ചും കൂടെ എന്താണ് ഒരു സയന്റിഫിക് രീതിയിലേക്ക് എത്തുന്നത് ഒരു 17th സെഞ്ചുറി. മെയിൻ ആയിട്ടുള്ളത് 19th സെഞ്ചുറിയിലാണ് നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയുന്നത്. ബട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 17th സെഞ്ചുറിയിലും ഒരുപാട് ആളുകൾ ഒരുപാട് തോട്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, സൈക്കോളജിയിലേക്ക് ഇടുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് ഒന്ന് റെനെ ഡെക്കാർട്ട്. റെനെ ഡെസ്കാർട്ടസ് എന്താണ് ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഫിലോസഫർ ആണ് റെനെ ഡെസ്കാർട്ടസ് എന്ന് പറയുന്നത്. റെനെ ഡെസ്കാർട്ടസ് ആണ് ഫസ്റ്റ് എന്ത് ചെയ്തത്, ഡുവലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അഥവാ മൈൻഡും എന്താണ് ബോഡിയും രണ്ടാണ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് റെനെ ഡെസ്കാർട്ടസ് ആണ്. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്, പീനിയൽ ഗ്ലാൻഡ് ഇങ്ങനെയൊക്കെ പറയുന്ന എന്താണ് പീനിയൽ ഗ്ലാൻഡ് പ്രൊപ്പോസ് ചെയ്യുന്നൊക്കെ. പീനിയൽ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് ബ്രെയിനിലുള്ള ഒരു പാർട്ടാണ്. സോ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്തവർ വരുന്നുണ്ട്. ഇതൊന്നും എന്ത് ചെയ്യുന്നില്ല നിങ്ങളുടെ ഈ ഒരു ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ടിലില്ല, പക്ഷെ നിങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു സാധനമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്, ഗ്രീക്ക് ഫിലോസഫേഴ്സിനെ നമ്മൾ പറഞ്ഞു, പിന്നെ അതുപോലെ തന്നെ ആ ഒരു ആൻഷ്യന്റ് കാലഘട്ടത്തിലുള്ളവരെ നമ്മൾ പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, മുസ്ലിം ഫിലോസഫേഴ്സിനെ പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് 17th സെഞ്ചുറിയിലുള്ള ആളുകളാണ്. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്താണ് ഫ്രാൻസ് ജോസഫ് ഗള്ള്, ജോൺ ലോക്ക്. ജോൺ ലോക്കിനൊക്കെ നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ എന്ത് ചെയ്യുന്നത്, ജോൺ ലോക്ക് പറഞ്ഞൊരു സാധനമാണ് ടാബുല റാസ അഥവാ ടാബുല റാസ അഥവാ ബ്ലാങ്ക് സ്ലേറ്റ്, അഥവാ എന്താണ് മനുഷ്യന്മാരെല്ലാവരും എന്താണ് ഞാൻ എന്താ പറയാ, ഞാനൊരു ഇൻട്രൊഡക്ഷൻ തരാണ്. സ്ലൈഡ് എന്ത് ചെയ്യുന്നില്ല, ഞാൻ ഫോക്കസ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് എന്താണ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് ചാപ്റ്റർ ബേസിൽ ഒരു ഇൻട്രൊഡക്ഷൻ തരാണ്. ഓക്കെ, സോ ജോൺ ലോക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ടാബുല റാസ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. അഥവാ എന്താണ് ബ്ലാങ്ക് സ്ലേറ്റ്, മനുഷ്യരെല്ലാവരും ജനിച്ചു വീഴുന്നതിന് എങ്ങനെയാണ്
കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്, ഉള്ളിലൊന്നുമില്ല. പിന്നീട് ലേണിങ്ങിലൂടെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു എന്താ പറയുക, ഒരു ഗ്രേറ്റ് ഹിസ്റ്ററി എന്തുണ്ട് സൈക്കോളജിക്ക് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കും ഒരുപാട് പേര് പറഞ്ഞു എന്താണ് ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പൊ ഞാൻ എന്താണ് ഒരുപാട് ഒരു വലിയൊരു ഗ്രേറ്റ് ഹിസ്റ്ററി എന്ത് ചെയ്യുന്നുണ്ട് സൈക്കോളജിക്ക് പിന്നിലുണ്ട് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യാണ് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മോഡേൺ സൈക്കോളജിയിലേക്ക് വരുന്നത്. ഈ മോഡേൺ സൈക്കോളജിയിൽ എത്തുന്ന സമയത്താണ് നമ്മൾ എന്താ പറയാ വില്യം വൂണ്ട്, ജി സ്റ്റാൻലി ഹാള്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ APA, പിന്നെ സ്കൂൾസ് ഓഫ് സൈക്കോളജി, സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, അങ്ങനെയൊക്കെ പറയുന്നത്, പിന്നെ സൈക്കോ ഡൈനാമിക്, സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ ആ ഒരു സാധനങ്ങളൊക്കെ വരുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും എന്തെല്ലാം നമ്മുടെ ഈ മോഡേൺ സൈക്കോളജി പറയുന്നത് പോലെ 19th സെഞ്ചുറി മുതൽക്കല്ല സൈക്കോളജി ഉള്ളത്. സൈക്കോളജി അതിനും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സൈക്കോളജി ഉണ്ട്. ഞാൻ അതിനാണ് നേരത്തെ ലോസ്റ്റ് ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ ആ ഒരു കോട്ടൊക്കെ നിങ്ങളോട് പറഞ്ഞത്. സോ മനുഷ്യൻ എന്നുണ്ടോ അന്ന് മുതൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്, ഗവേഷണം ചെയ്യുന്നുണ്ട്. മനസ്സിനെ കുറിച്ചും ജീവനെ കുറിച്ചും ചിന്തകളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മനുഷ്യന് ഗവേഷണം ചെയ്യുന്നുണ്ട്. സോ ഇത്രയാണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ഡീപ്പായിട്ട് പഠിക്കേണ്ട സാധനമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്മുടെ ഈ ഒരു യൂണിറ്റിലേക്ക് കടക്കാം. അപ്പോൾ ഈ യൂണിറ്റിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു എന്താണ് എപ്പോഴാണ് ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിനായി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ എന്താണത് ഫിലോസഫിയിൽ നിന്നും ബയോളജിയിൽ നിന്നുമാണ് സൈക്കോളജി എന്ത് ചെയ്തിട്ടുള്ളത്, ഡിറൈവ് ചെയ്തിട്ടുള്ളത്. മെയിൻലി പറയാറ് ഫിലോസഫിയിൽ നിന്നും ഫിസിയോളജിയിൽ നിന്നും എന്നാണ്. സോ അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. പിന്നെന്താണ് മൈൻഡിനെ കുറിച്ച് കൺസേൺ ചെയ്തിരുന്നു, അതുപോലെ തന്നെ സോളിനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച്. നെക്സ്റ്റ് ബിഹേവിയറിനെ കുറിച്ച്, അഥവാ നമ്മളുടെ പ്രവർത്തികളെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട് സൈക്കോളജി കൺസേൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത്, എക്സ്പ്ലോർ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ ഇവന്റിനെ കുറിച്ചും ഇവന്റ്സിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ഫിലോസഫിക്കൽ ഐഡിയാസിനെ കുറിച്ചുമാണ്. ആ ഫിലോസഫിക്കൽ ഐഡിയയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് സൈക്കോളജി എന്ത് ചെയ്യുന്നത് പരിണമിച്ചുണ്ടാകുന്നത്. ഓക്കെ, ഒരുപാട് ആളുകൾ എന്ത് ചെയ്തു പണ്ട് കാലത്ത് ഇങ്ങനെ ഒരുപാട് ഫിലോസഫിക്കൽ ഐഡിയാസ് നല്ല രസകരമായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഫിലോസഫിക്കൽ ഐഡിയാസ്, അഥവാ മനസ്സിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ആത്മാവിനെ കുറിച്ചൊക്കെ പറയുന്നത്. സോ പിന്നീടാണ് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത് സൈക്കോളജി അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ട് സൈക്കോളജി പഠിക്കണം എന്നുള്ള ഒരു സാധനം വരുന്നത്. ഓക്കെ, ആൻഡ് ഇന്ത്യ ഒരു എന്ത് നമ്മുടെ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലും എന്ത് ചെയ്യുന്നുണ്ട് സൈക്കോളജി നന്നായിട്ട് പണ്ട് കാലത്ത് തന്നെ പുരാണ കാലങ്ങളിൽ തന്നെ ഗ്രന്ഥങ്ങളിലൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, സൈക്കോളജിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഏതോ ഒരു മെറ്റീരിയലില് ഇന്ത്യൻ സൈക്കോളജിയെ കുറിച്ച് നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പഠിക്കാനുണ്ട്. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിന്റെ ഒരു ഇമ്പോർട്ടന്റ് സാധനങ്ങൾ മാത്രം പറയാം. ഇപ്പൊ നമ്മൾ പറയുന്ന ഈ യോഗ, പിന്നെ അതുപോലെ തന്നെ സമഖ്യ ഫിലോസഫി, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ, പുരുഷ പ്രകൃതി എന്നൊക്കെ പറയുന്ന കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അഥവാ ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് സൈക്കോളജിക്കലായിട്ട് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പറയുന്ന ആത്മാൻ, പിന്നെ അതുപോലെ തന്നെ ബ്രാഹ്മൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുണ്ട് നമ്മൾ മനസ്സിലാക്കി വെക്കാം, മോഡേൺ സൈക്കോളജിക്ക് പുറമെ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപനിഷത്തുകൾ, അങ്ങനെ ഒരുപാട് ആത്മാവിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഇതൊന്നും നമ്മളിപ്പോ പഠിക്കാത്തതിന്റെ ഒരു കാരണം ഇതൊന്നും എംപിരിക്കൽ എന്താണ് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ട് പ്രൊപ്പോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് മാത്രമായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏർലി ഗ്രീക്ക് തോട്ടിന് ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു വർഷം കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. എന്തായാലും ഈ ഒരു ടെക്സ്റ്റില് ഇഗ്നോന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായിരിക്കും, ഹിസ്റ്ററിയെ പറ്റി എഴുതാനായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യാം, ഫസ്റ്റ് പേഴ്സൺ സോക്രട്ടീസ് ആണ്. സോക്രട്ടീസ് എന്ന് പറയുമ്പോൾ സെൽഫ് എക്സാമിനേഷനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ഒരാളാണ് സോക്രട്ടീസ് എന്ന് പറയുന്നത്. അഥവാ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സെൽഫ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. ഇൻട്രോസ്പെക്ഷൻ എന്താ നമ്മൾ പറയും, അഥവാ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലൈഫിനെ നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാത്ത നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും സീറോ ആണ്. നമ്മൾ എന്ത് ചെയ്യില്ല, ആ ഒരു ലൈഫ് നമുക്ക് ഓർത്തല്ല എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മുടെ സോക്രട്ടീസ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് ആളാണ് നമ്മുടെ പ്ലാറ്റോ. സോ എന്തുണ്ട്, നമ്മുടെ ഈ സ്ലൈഡിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പ്രൊപ്പോസ്ഡ് ഡുവലിസം എന്നുള്ളത്, ഡുവലിസം യഥാർത്ഥത്തിൽ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത് റെനെ ഡെസ്കാർട്ടസ് ആണ്. ഓക്കെ, സോറി, പ്ലാറ്റോ അല്ല. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് നെക്സ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിൽ ആണ്. അരിസ്റ്റോട്ടിൽ, ഇതൊക്കെ ഗ്രീക്ക് തോട്ടുകളാട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്. അരിസ്റ്റോട്ടിലിന്റെ ഒരു മെയിൻ പുസ്തകമാണ് ഓൺ ദ സോൾ, അഥവാ ഡി ആനിമ എന്ന് പറയുന്ന
പുസ്തകം ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പുസ്തകമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അങ്ങനെ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ആൻഡ് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് സെൽഫിന് എന്ത് ചെയ്തിട്ടുണ്ട്, വെജിറ്റേറ്റീവ്, സെൻസിറ്റീവ് ആൻഡ് റാഷണൽ പാർട്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ എടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു പുസ്തകം പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ടഫ് ആയിട്ടുള്ള മാക്സിമം എന്താണ് ഫാക്ച്വൽ ആയിട്ട് ഏറ്റവും കൂടുതൽ ഫാക്ച്വൽ സാധനങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് നിങ്ങളുടെ ഈ ഒരു ബുക്ക്. ഓരോ എന്താണ് പാഠത്തിൽ നിങ്ങളൊരു 4 to 5 അല്ലെങ്കിൽ 4 to 6 ആളുകൾ പഠിക്കാനുണ്ടാകും. അതുപോലെ തന്നെ അവർ പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ പഠിക്കാനുണ്ടാകും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്നും നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കുറച്ച് സാധനങ്ങൾ, അത് മാത്രം എന്ത് ചെയ്യാം, ഞാൻ സ്ലൈഡിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കിയാൽ മതി. ഒരിക്കലും എന്ത് ചെയ്യണ്ട, അതിൽ കാണുന്ന കുറെ, അപ്പൊ അതിലെന്ത് ചെയ്യും, അധിക ആളുകളും ഫിലോസഫേഴ്സ് ആയിരിക്കും. അപ്പൊ അവർ ഒരുപാട് ഫിലോസഫിക്കൽ തോട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ എന്താണ് ബയോളജിക്കൽ സാധനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഫിസിക്സ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. കാരണം അവരെന്ത് ചെയ്യുന്നു, അത്രമേൽ പ്രപ്പോസ് ചെയ്തവരാണ്. ബട്ട് നമുക്ക് എന്ത് ചെയ്യണ്ട, സൈക്കോളജിക്കൽ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകൾ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. സോ ഈ റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്ന ഒരു സാധനമാണ്, അല്ലെങ്കിൽ ഇത് റൈസ് ഓഫ് സയൻസ് എന്നൊക്കെ പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. അഥവാ എന്താണ് നമ്മൾ ഈ നവോത്ഥാന കാലഘട്ടം എന്നൊക്കെ പറയും. അതെന്താണ്, ഹിസ്റ്റോറിക്കൽ സാധനമാണ്. നമ്മൾ എന്ത് ചെയ്യും, ഓരോ കാലഘട്ടത്തെ നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഇതൊരു മോഡേൺ സാധനത്തെ പറ്റിയാണ് ഇപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ഇസ്ലാമിക് ഹിസ്റ്ററി ആവട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതൊരു കൾച്ചറൽ അവരുടെ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അവരുടേതായ ഒരു ഗോൾഡൻ ഏജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പീരീഡ് ഉണ്ടാകും. സോ ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് ഈ ഒരു 16-ാം നൂറ്റാണ്ടിന്റെ ആ ഒരു കാലഘട്ടത്തെ പറ്റിയാണ്. അപ്പൊ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റെനെ ഡെസ്കാർട്ടസ് ഉണ്ടാവുന്നത്. റെനെ ഡെസ്കാർട്ടസ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞു, മൈൻഡ് ആൻഡ് ബോഡി എന്ന് പറയുന്ന ഒരു സാധനത്തെ എന്ത് ചെയ്തു, രണ്ടും രണ്ടാണെന്ന് പറയുന്ന ഒരു ഡുവലിസം പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ഒരു സാധനമാണ് ഗലീലിയോ, പിന്നെ അതുപോലെ തന്നെ ഐസക് ന്യൂട്ടന്റെ ഒക്കെ ഒരു ഇത്, അതൊന്നും നിങ്ങൾ എന്താ ഇമ്പോർട്ടന്റ് അല്ല, സൈക്കോളജിയുമായിട്ട് അത്ര തീരെ ബന്ധമില്ലാത്ത സാധനങ്ങളാണ്. സോ അത് നിങ്ങൾ പഠിക്കേണ്ട. ബട്ട് അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് സൈക്കോളജി എങ്ങനെ ഇമ്പാക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒബ്സർവേഷൻ അഥവാ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒബ്സർവേഷനിലൂടെ ഒക്കെ നമ്മൾ എന്താണ് നോളജ് കണ്ടെത്തണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അവിടേക്കാണ് വരുന്നത്. അങ്ങനെയാണ് പിന്നീട് ഇങ്ങനെ എന്താണ് 1879 ലബ്സിക്കില് എന്താണ് നമ്മുടെ വില്യം വൂണ്ട് ഒരു ലബോറട്ടറി സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ അവിടെ മുതൽക്കാണ് എന്ത് ചെയ്യുന്നത്, സൈക്കോളജി നമ്മളൊരു സയന്റിഫിക് ഫീൽഡ് ആയിട്ട് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ, അല്ലെങ്കിൽ ക്ലാസ് എന്താണ് വളരെ സ്പീഡിൽ പോകുന്നുണ്ടോ? സ്പീഡ് കൊടുക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ നിങ്ങളെന്താണ് ആള് വളരെ കുറഞ്ഞ ആളുകളുള്ളതാണ്, ഞാൻ ഇതിനെ അധികം ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാത്തത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമ്മൾ സൈക്കോളജിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട്, സൈക്കോളജി എന്നല്ല നമ്മളെന്താണ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരാളാണ് ചാൾസ് ഡാർവിനെ. ഡാർവിനെ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ട് ഇതില്? ഓക്കെ, ഡാർവിനെ കേൾക്കാത്തവരെന്താ ഉണ്ടാവാൻ പാടില്ല. ചാൾസ് ഡാർവിന്റെ നമ്മൾ എവല്യൂഷണറി തിയറി, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്നൊക്കെ പറയുന്ന, ഇപ്പൊ എന്താണ് നിങ്ങൾക്കറിയാം, മനുഷ്യരൊക്കെ എന്താണ് കുരങ്ങിൽ നിന്നാണ് ഉണ്ടായതെന്ന് അറിയുന്ന ആ ഒരു ഇമേജ് ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ വരുന്നുണ്ടോ? നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചതായിരിക്കും. അതിപ്പോ പ്രൊപ്പോസ് ചെയ്ത ബോസ് ആരാണ്? ചാൾസ് ഡാർവിനാണ്. ഓക്കെ, അപ്പോ ചാൾസ് ഡാർവിൻ യഥാർത്ഥത്തില് എന്താണ് നമ്മുടെ ലോകത്തന്നെ അത്രമേൽ എന്താണ് ഇപ്പോഴും അത്ര ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ചാൾസ് ഡാർവിൻ എന്നൊക്കെ പറയുന്നത്. ഇവിടെ ഡാർവിന്റെ ഫോട്ടോ അല്ല കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഡാർവിൻ എന്ത് ചെയ്യുന്നുണ്ട്, തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷന് പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. അഥവാ എന്താണ് ഇത് മെയിൻ ആയിട്ട് പറയുന്നത്, ഇദ്ദേഹം സൈക്കോളജി ആയിട്ട് നല്ല ബന്ധമുണ്ട്. ഞാൻ എങ്ങനെയെന്ന് പറയാം, എന്ത് ചെയ്യാം മനസ്സിലാക്കാം. അഥവാ ഇയാള് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മനുഷ്യന്മാരുടെ പരിണാമത്തെ, അല്ലെങ്കിൽ ഒരു ബയോളജിക്കൽ സാധനമാണ്. ബട്ട് ഇതിൽ നിന്ന് എന്താണ് ആശയം ഉൾക്കൊണ്ടിട്ടാണ് വില്യം ജെയിംസ് എന്ത് ചെയ്യുന്നത്, ഫങ്ഷണലിസം പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യാം, നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഇവര് പറയുന്ന ഒരു സാധനമാണ് എന്ത്, ഒബ്സർവബിൾ ബിഹേവിയറിനെ പറ്റി ഇവര് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഇവര് ചെയ്ത മറ്റൊരു കാര്യമാണ് ആനിമൽസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു. അല്ലെങ്കിൽ ആനിമൽസിനെ കുറിച്ച് പഠിക്കുന്നതിലൂടെ, ആനിമലിന്റെ ബിഹേവിയറിനെ പഠിക്കുന്നതിലൂടെ ഹ്യൂമൻസിനെ മനസ്സിലാക്കുക. അതിനാണ് കമ്പാരറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്.
നിങ്ങൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾ ഇൻ കേസ് നിങ്ങൾ എൻട്രൻസ് അങ്ങനെയൊക്കെ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാറുണ്ട് കമ്പാരറ്റീവ് സൈക്കോളജി എന്താണ്, അഥവാ ആനിമൽസിനെ കുറിച്ചും ഹ്യൂമൻസിനെ കുറിച്ചും അങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ്. അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പ്രൊപ്പോസ് ചെയ്ത ആളാണ് ചാൾസ് ഡാർവിന്. പിന്നെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഒരു അഡീഷണൽ നോളജിന് വേണ്ടി പറയാണ്. ചാൾസ് ഡാർവിന്റെ ഒരു കസീനാണ് നമ്മുടെ ഗാൾട്ടൺ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ട്, നമ്മൾ പിന്നീട് പറയും, നിങ്ങൾ ജസ്റ്റ് അങ്ങനെ തന്നെ ഒന്ന് എഴുതി വെക്കാം. സോറി, ഗാൾട്ടന്റെ കസിനാണ് ചാൾസ് ഡാർവിൻ. ഓക്കെ, ചിലപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, ചാൾസ് ഡാർവിനുമായിട്ട് ബന്ധമുള്ള റിലേഷനുള്ള സൈക്കോളജിസ്റ്റ് ആരാന്നൊക്കെ. സോ എന്ത് ചെയ്യാം, നിങ്ങൾ അങ്ങനത്തെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആ പേരൊന്നോട് പറയാം. ഗാൾട്ടൺ, GALTON. ഓക്കെ, അപ്പൊ ഇവരാണ് എന്ത് ചെയ്യുന്നത്, എവല്യൂഷനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ എവല്യൂഷനെ കുറിച്ചൊക്കെ ഇവർ ഒരുപാട് പ്രപ്പോസ് ചെയ്തുകൊണ്ട് എവല്യൂഷണറി സൈക്കോളജിക്കൊക്കെ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റി, ഇമ്പാക്ട് ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഫങ്ഷണലിസം, ഞാൻ നേരത്തെ പറഞ്ഞു വില്യം ജെയിംസ് ഇവരെ ഇൻസ്പയർ ചെയ്തു. പിന്നെ ഇവര് മെയിൻ ആയിട്ട് ആളുകളുടെ ഒരു ബിഹേവിയറൽ സാധനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ഒബ്സർവബിൾ സാധനങ്ങളെ കുറിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കോളജിയിൽ ഇപ്പൊ നമ്മളിന്ന് മെയിൻ ആയിട്ട് സൈക്കോളജിയെ പറയുന്നത് എന്താണ്, ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യുള്ളൂ, സൈക്കോളജി പഠിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്താണ് നമ്മൾ പറയാൻ പോകുന്നത്, എങ്ങനെയാണ് ഒരു മോഡേൺ ഡിസിപ്ലിൻ ആയിട്ട് സൈക്കോളജി മാറി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് വില്യം വൂണ്ടാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു ആരാണ് സൈക്കോളജിയുടെ ഫാദർ എന്നൊക്കെ. സോ മെയിൻ ആയിട്ടുള്ളത് വില്യം വൂണ്ടാണ്. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സിഗ്മണ്ട് ഫ്രോയിഡിനൊന്നും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് എഴുതരുത്. ഇദ്ദേഹം എന്തുകൊണ്ട് സൈക്കോളജിയുടെ ഫാദറായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ആളുകൾ സൈക്കോളജിക്കൽ സാധനങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. അഥവാ സൈക്കോളജി ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രപ്പോസ് ചെയ്ത് പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ആരും എന്ത് ചെയ്തിട്ടില്ല, ഒരു സയന്റിഫിക് ലബോറട്ടറി ആരും എന്ത് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, 1879 ഫസ്റ്റ് എക്സ്പെരിമെന്റൽ സൈക്കോളജിക്കൽ ലാബ് എന്ത് ചെയ്തിട്ടില്ല, ലെപ്സിക് ജർമ്മനിയിൽ എന്ത് ചെയ്തു, ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് മോഡേൺ സൈക്കോളജി എന്നറിയപ്പെടുന്നത്. പിന്നെ എന്തുണ്ട്, ഒരുപാട് സ്കൂൾസ് ഉണ്ട് സൈക്കോളജിയിൽ. അറിയോ എന്താണ് സ്കൂൾസ് ഓഫ് സൈക്കോളജി എന്ന് ജസ്റ്റ് ഒന്ന് പറയോ ആരെങ്കിലും? ഓക്കെ, സ്കൂൾസ് എന്താണ്, നിങ്ങൾ എന്താണ് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാ, അറിയില്ലാന്ന് ജസ്റ്റ് പറയാ. ഓക്കെ, എന്നാൽ നമുക്ക് പെട്ടെന്ന് സ്പീഡാക്കാം. സ്കൂൾസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്കൂളുകളുണ്ട്, അഥവാ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം എന്നൊക്കെ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്കൂൾ ഓഫ് സൈക്കോളജി ആണ് സ്ട്രക്ചറലിസം. പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് വില്യം വൂണ്ടാണ്. ഓക്കെ, വില്യം വൂണ്ടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുള്ളൂ, വില്യം വൂണ്ടിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുള്ളൂ. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വില്യം വൂഡിനെ കുറിച്ച് നന്നായിട്ട് എഴുതാം, അദ്ദേഹത്തിന്റെ ഏജ്, പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഏതാണ്, പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്, അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്, അതൊക്കെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, സെൽഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ സെൽഫ് സ്റ്റഡിയെ കുറിച്ചാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുക. അഥവാ നമ്മൾ തന്നെ നമ്മളെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകളാണ് ഒന്ന് വില്യം ജെയിംസ്, പിന്നെ അതുപോലെ തന്നെ വില്യം ജെയിംസിന്റെ സ്കൂളാണ് ഫങ്ഷണലിസം. വില്യം ജെയിംസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാണ് ഫങ്ഷണലിസം. പിന്നെ നെക്സ്റ്റ് ഹെർമൻ ഹെബിംഗസ് ആണ്. അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട്. ഹെർമൻ ഹെബിംഗസ് ചെയ്തത് എക്സ്പെരിമെന്റൽ സ്റ്റഡി ഓഫ് മെമ്മറി ആണ്. മെമ്മറിയെ കുറിച്ച് പഠിച്ച ആളാണ് ഹെർമൻ ഹെബിംഗസ്. സോ നിങ്ങൾ എന്താണ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കട്ടോ. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് മെയിൻ ആയിട്ട് ഹിസ്റ്ററിയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളാണ് ഉള്ളത്. മെയിൻലി വില്യം വൂണ്ടിനെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, റാഷണലിസവും എംപിരിസിസവും എന്താണ്. അഥവാ റാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളെന്താ, നമ്മുടെ ഒരു ഐഡിയൽ സാധനം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് നമ്മളുടേതായിട്ടുള്ള ഒരു നോളജ് എന്ന് പറയുമ്പോൾ ഒരു സയന്റിഫിക്കലി നമ്മൾ എന്ത് ചെയ്താ പ്രൂവ് ചെയ്തിട്ട് പറയുന്നതല്ല. അഥവാ ഇപ്പോൾ നമ്മൾ ഫിലോസഫി ഒക്കെ നിങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സാധനങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരിക്കലും അതെന്താണ് ഒരു ഒബ്സർവബിൾ ആയിട്ട് അല്ലെങ്കിൽ സയന്റിഫിക്കൽ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അവരെന്ത് ചെയ്യും, ഒരു ലോജിക്കൽ സാധനമായിരിക്കും. അപ്പോൾ അതാണ് റാഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് റാഷണലിസം യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്.
ഇപ്പോ നമ്മളിങ്ങനെയൊക്കെ ചോദിക്കല്ലോ, നിങ്ങളത് ഇപ്പോ ഈ ദുബായ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കോമഡി ഒക്കെ ഉണ്ടല്ലോ. അഥവാ കാണാത്തത് ഇല്ല എന്നാണ്, ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്ന ആ ഒരു സാധനം. അഥവാ കണ്ടത് മാത്രമേ വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ കണ്ടാലേ നമുക്ക്, അഥവാ നമ്മുടെ സെൻസറി എക്സ്പീരിയൻസിലൂടെ കണ്ടാലേ മാത്രമേ നമുക്ക് നോളജ് പ്രൊഡ്യൂസ് ആവുള്ളൂ എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം. അഥവാ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യണം, സെൻസറി എക്സ്പീരിയൻസ് ചെയ്യണം. നമ്മളത് നേരിട്ട്, അഥവാ നമ്മുടെ സെൻസറി ഓർഗൻസ് വെച്ച് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലേ നോളജ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് എംപിരിസിസ്റ്റുകൾ. റാഷണലിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, ലോജിക്കലിയാണ് അവർ പറയാം. ഇപ്പൊ നമ്മള് ഈ ദൈവം ഉണ്ടോ എന്ന് പറയുന്ന ആ ഒരു ഡിബേറ്റ് ഒക്കെ വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇപ്പൊ സയന്റിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ സയൻസ് എന്ത് ചെയ്യും, അതിനെ അംഗീകരിക്കില്ല. കാരണം എന്താണ്, എംപിരിക്കലി പ്രൂവ്ഡ് അല്ല. പക്ഷെ റാഷണലിസ്റ്റുകൾ പറയുന്ന അവരെന്ത് ചെയ്യും, ലോജിക്കലി എന്ത് ചെയ്യും, അവർ പറയും. ഈ ലോജിക് എന്നൊക്കെ പറയുന്ന ഒരു സാധനം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് എന്താണ്, ഒരു ഫിലോസഫി ഒക്കെ ഒന്ന് റീഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യും, ഒരു PG ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡീപ്പ് വേർഷൻ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് സാധനമാണ് മൈൻഡ് ആൻഡ് ബോഡി, അഥവാ ഡുവലിസം എന്ന് പറയുന്നത്. പണ്ട് കാലത്തൊക്കെ എന്താണ്, മനസ്സും ശരീരം തന്നെയാണ് മനസ്സ് എന്നായിരുന്നു വിചാരിച്ചത്. ബട്ട് പിന്നീടാണ് എന്ത് ചെയ്തത്, രണ്ടും രണ്ടാണെന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടാവുന്നത്. അഥവാ സെപ്പറേഷൻ ബിറ്റ്വീൻ മെന്റൽ, അഥവാ മൈൻഡ് ആൻഡ് ഫിസിക്കൽ ബോഡി എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടാവുന്നത്. സോ ഇത്രയാണ് ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. നമ്മൾ എന്ത് ചെയ്യും, സെക്കൻഡ് ചാപ്റ്റർ മുതലാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഡാറ്റ തുടങ്ങുന്നത്. എന്താണ് സൈക്കോളജി, എവിടെ നിന്നാണ്, ആരൊക്കെയായിരുന്നു പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ആയിട്ട് എന്താണ്, സെക്കൻഡ് ചാപ്റ്ററിലാണ്. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ളത്. ഇനി നിങ്ങൾ ഈ ഒരു പുസ്തകത്തിൽ പഠിക്കാൻ പോകുന്ന ഒരുപാട് പേരുകൾ നിങ്ങൾ പഠിക്കും. വില്യം വൂണ്ട്, ടിച്ച്നർ, ഫെച്ച്നർ, പിന്നെ അതുപോലെ തന്നെ ഹെബിംഗസ്, പിയാഷെ, നമ്മൾ നേരത്തെ പഠിച്ച ആളുകളും പിന്നെ അതുപോലെ തന്നെ പുതിയ ഒരുപാട് ആളുകൾ ഉണ്ടാകും. അപ്പോ പാവ്ലോവ്, സ്കിന്നർ, അപ്പൊ അങ്ങനെ എന്ത് ചെയ്യും, ഒരുപാട് ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യും, പഠിക്കും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഇവരൊക്കെ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകൾ, പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ കോൺട്രിബ്യൂഷൻ മാത്രമേ നമ്മളെ ക്ലാസ്സിൽ എന്ത് ചെയ്യുള്ളൂ, ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. അപ്പൊ അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം. പിന്നെ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കുക സ്ട്രക്ചറലിസം എന്താണെന്ന് എഴുതാനായിരിക്കും. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കാം. സോ ഞാൻ എന്താണ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഒന്നും കൂടെ പറയാണ്. മോഡേൺ സൈക്കോളജിയിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് വില്യം വൂണ്ടിന്റെ ആ ഒരു ലെപ്സിക്കിലെ ജർമ്മനിയിലെ നമ്മുടെ ലബോറട്ടറി മുതൽക്കുള്ളതാണ്. അതിൽ മെയിൻ ആയിട്ട് വില്യം വൂണ്ട് വരുന്നത് സ്ട്രക്ചറലിസം ആണ്. സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ വില്യം വൂണ്ട് യഥാർത്ഥത്തിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വോളണ്ടറിസം ആണ്. സ്ട്രക്ചറലിസത്തിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് എഡ്വാർഡ് ടിച്ച്നർ ആണ്. അതൊക്കെ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഒരു മെയിൻ സാധനം എന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷൻ ആണ്, അഥവാ കോൺഷ്യസ് സെൽഫ് എന്ന് പറയുന്ന ഒരു സാധനം. നമ്മൾ സെൽഫിനെ കുറിച്ച് പഠിക്കാൻ എന്നുള്ളതാണ് നമ്മൾ ഇൻട്രോസ്പെക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഫങ്ഷണലിസം എന്ന് പറയുന്ന സ്കൂളിനെ കുറിച്ച് പഠിക്കും. അതുപോലെ തന്നെ സൈക്കോ ഡൈനാമിക്, അതുപോലെ തന്നെ ബിഹേവിയറിസം എന്നൊക്കെ പറയുന്ന ഒരുപാട് എന്ത് ചെയ്യും, സ്കൂൾ ഓഫ് സൈക്കോളജിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ മെയിൻലി നമ്മൾ എന്താണ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ്, അഥവാ സൈക്കോളജി ഹിസ്റ്ററിയെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ്. ഇനി കുറച്ചും കൂടെ എന്താണ് ഫാക്ച്വൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നെക്സ്റ്റ് ചാപ്റ്റർ മുതൽ സ്റ്റാർട്ട് ചെയ്യും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം, നമുക്ക് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, എന്തെങ്കിലും ക്ലിയർ ആണോ? ലൈവായിട്ട് തന്നെ ഈ ഒരു സബ്ജക്ട് മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. കാരണം ഓക്കെ, പറയൂ. ഓക്കെ, അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എങ്ങനെയാ? ഓക്കെ, അപ്പോ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾ എന്താണ് മാക്സിമം സൈക്കോളജിസ്റ്റുമാരുടെ പേരൊക്കെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഈ ഒരു ടെക്സ്റ്റിലൂടെ ആയിരിക്കും. സോ നിങ്ങൾ നിർബന്ധമായിട്ട് ലൈവായിട്ട് തന്നെ ഈ ഒരു ക്ലാസ് കേൾക്കാൻ. നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ട്, ആള് കുറവായതുകൊണ്ടാണ് ഞാൻ പിന്നെ അധികം ആ ഒരു രീതിയിൽ എടുക്കാത്തത്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് പോകാം. ഇൻ കേസ് നിങ്ങൾ എന്താണ് സൈക്കോളജിയിൽ ഒരു ബേസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താണ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആവുന്നത് കൊണ്ടും പിന്നെ ഇതിന് അത്ര കുറച്ച് ടഫ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് അത്രമേൽ നമ്മൾ ഒരു ബേസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു റിയാലിറ്റി. പൊതുവെ അങ്ങനെയാണ്. സോ നിങ്ങൾ സൈക്കോളജിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ
നിങ്ങളൊരു സൈക്കോളജിയിൽ ഒരു ഗ്രാജുവേറ്റ് ആയ ആളാണെന്ന് നിങ്ങളിപ്പോൾ എന്താണ് ഒരു 4 ആളെ മുമ്പിൽ നിങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഒരിക്കലും മാനദണ്ഡമല്ല. നിങ്ങൾക്ക് നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. സൈക്കോളജിയിൽ ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സ്ട്രോങ് ഫൗണ്ടേഷൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഗ്രിയിൽ പഠിക്കാൻ പോകുന്ന സാധനങ്ങളൊക്കെ നമ്മൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഈ എസ്പെഷ്യലി നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് സൈക്കോളജിക്കൽ തോട്ട്, ഇതൊക്കെ സൈക്കോളജിയെ കുറിച്ച് ഒരു ഓൾ ഓവർ പറയുന്ന മെറ്റീരിയൽസ് ആണ്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് പങ്കെടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഐ മീൻ സൈക്യൂൽ ഇപ്പോൾ എന്താ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഗ്രൂപ്പ് ബാച്ച് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, അഥവാ ഈ ഒരു ജൂണിലേക്കുള്ള. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പരസ്പരം ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സിന്റെ സമയത്ത് നിങ്ങൾ മെയിൻ ആയിട്ട് അവരൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങൾ ഗ്രൂപ്പൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ആക്റ്റീവ് ആക്കുക. ഐ മീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എല്ലാവർക്കും മെസ്സേജ് അയക്കാം, ആക്സസ് ചെയ്യുന്ന കുഴപ്പത്തിലാണുള്ളത്. പിന്നെ സൈറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പോൾ ഓക്കെ അല്ലേ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്തൂടെ? പിന്നെ ഈ ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി അല്ലെങ്കിൽ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്രോഡ് സാധനമാണ്. ഒരുപാട് ഡാറ്റ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പൊ അതെല്ലാം കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ടെന്ന് കരുതി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെന്താണ്, നമ്മൾ ഈ ഡിഗ്രി ആ ഒരു അത്രയും വലിയൊരു പീരീഡ് നമ്മളിങ്ങനെ ആ ഒരു ലോങ് പീരീഡ്, അഥവാ ഒരു 3 ഇയർ ഒക്കെ നമ്മൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. സ്വാഭാവികമായിട്ടും ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, നിങ്ങൾക്ക് അതൊന്നും ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരൊറ്റ ക്യാപ്സ്യൂൾ ആക്കി തരേണ്ടി വരും. ഒറ്റയടിക്ക് നിങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ക്യാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യല്ലേ?